നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാനതകളില്ലാത്ത ഗുരുതര പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. സ്വന്തം ഓഫീസിൽ കൂട്ടയടി നടക്കുന്നതിന് സാക്ഷിയാകേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ. ഒപ്പം ഇതുവരെ നേരിടാത്ത വിധത്തിലുള്ള ഭയാനകമായ തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയതോടെ താൻ ചെയ്തു കൂട്ടിയ ആന മണ്ടത്തരങ്ങളുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയവും ട്രംപിനെ ഗ്രസിച്ചിരിക്കുകയാണ്. നോക്കാം എന്തൊക്കെ തിരിച്ചടികളാണ് ഇപ്പോൾ ട്രംപിന് ലഭിക്കുന്നത് എന്ന്. ആദ്യം വെനസ്വലയിൽ നിന്ന് തുടങ്ങണം. വെനസ്വലയിൽ ഒരു സൈനിക നടപടി നടത്തി അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ അനുകൂല സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ട്രംപിന്റെ മനസ്സിൽ വലിയ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ എണ്ണ നിർലോഭം ലഭിക്കാനുള്ള വഴിയുണ്ടാക്കി, അത് വിറ്റ് കാശാക്കി. ഇനി ഏത് രാജ്യവും വെനസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ താനുമായി കരാർ ഉണ്ടാക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അവിടെ ട്രംപ് വിജയിച്ചു. അങ്ങനെ ഒരു വിജയം നൽകിയ ഉന്മാദാവസ്ഥയിൽ ട്രംപ് വലിയൊരു പട്ടിക തയ്യാറാക്കി. ഗ്രീൻലാൻഡ്, ഇറാൻ, ക്യൂബ, അങ്ങനെ കൂടുതൽ രാജ്യങ്ങളിൽ പിടിമുറുക്കി അവിടുത്തെ മുഴുവൻ സമ്പത്ത് ഊറ്റിയെടുത്ത് വലിയ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് ഡീലുകൾ ട്രംപ് സ്വപ്നം കണ്ടു. ആദ്യം ഗ്രീൻലാൻഡിലേക്ക് കണ്ടുവച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കി. പക്ഷെ അതിനിടയിലാണ് ഇറാൻ എന്ന സ്വർഗത്തെക്കുറിച്ച് ട്രംപ് ബോധവാനാകുന്നത്. ആ സമയത്ത് തന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന കണക്ക് ദാ വരുന്നു നെതന്യാഹു. ഇറാനെ ഇപ്പോൾ ആക്രമിക്കണം. നെതന്യാഹുവിന്റെ മനസ്സിൽ ഇറാനോടുള്ള പേടിയായിരുന്നുവെങ്കിൽ, ഇറാൻ വളർച്ച പ്രാപിക്കുന്നതിലുള്ള അനന്തമായ ഭയമായിരുന്നുവെങ്കിൽ, ട്രംപ് അവിടെ കണ്ടത് ഹോർമുസ് പിടിച്ചെടുക്കണമെന്നതടക്കമുള്ള വലിയ സ്വപ്നങ്ങളായിരുന്നു, കച്ചവടങ്ങളായിരുന്നു. അങ്ങനെ ഇറാനിലേക്ക് ആശാൻ വെച്ചുപിടിച്ചു. പശ്ചിമേഷ്യ മുഴുവൻ കാൽക്കീഴിലാക്കാമെന്ന ധൈര്യത്തിൽ ഇറാനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തോൽപ്പിച്ച് അത് കഴിഞ്ഞ് ക്യൂബയ്ക്കിട്ട് പണി കൊടുത്ത് പിന്നെ ഗ്രീൻലാൻഡ് വഴി കാനഡയിലെത്തി മൊത്തത്തിൽ അങ്ങനെ പിടിച്ചുകൂട്ടാം എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ മൊത്തത്തിൽ പിടിച്ചുകൂട്ടാമെന്ന് ട്രംപ് മനക്കോട്ട കെട്ടി. അങ്ങനെ മനോവിചാരങ്ങളിൽ വലിയൊരു പട്ടികയുമായി നീങ്ങുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമിഴ്ന്നു വീണാൽ കാൽപ്പണവും കൊണ്ടേ വരാവൂ എന്ന ശാഠ്യമുള്ള ട്രംപ് ഇപ്പോൾ വലിയ തീച്ചൂളയിൽ തലകുത്തി വീണ അവസ്ഥയിലാണ്. ഇറാനുമായി യുദ്ധത്തിന് പോയതുകൊണ്ട് ട്രംപിന്റെ എടുത്തുചാട്ടത്തെ വിവേകമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അന്നേ എതിർത്തതായി വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആത്മപ്രശംസയും അഹങ്കാരവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ട്രംപ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ബുദ്ധിക്ക് ട്രംപ് ഇറാനിൽ കയറി അടിച്ചു. ആ അടി വലിയ തിരിച്ചടികളായി എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ട്രംപിന്റെ ഏറാൻ മൂളികളായ ഉപദേശികൾ അക്ഷരാർത്ഥത്തിൽ കുഴിയിൽ ചാടിച്ചു തന്നെ എന്ന് ട്രംപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ എതിർത്ത ഉപദേശകരും ട്രംപിന് ഏറാൻ മൂളി നടന്ന ഉപദേശകരും തമ്മിൽ ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, തമ്മിലടിയാണ് ട്രംപിന്റെ കൺമുന്നിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇനി എന്തു ചെയ്യുമെന്ന വലിയൊരു കൺഫ്യൂഷൻ ട്രംപിനെ ഗ്രസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനിൽ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതിയും ട്രംപിന്റെ കയ്യിൽ ഇല്ല എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. അതായത് ഇറാനിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്ന, ഉപദേശകർ നൽകിയ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്ന ട്രംപ് പ്ലാനുകളൊന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ആര് പറയുന്നത് കേൾക്കണം, ആര് പറയുന്നത് തള്ളിക്കളയണം എന്നത് സംബന്ധിച്ച് ട്രംപിന് വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ട്. വൈകി വന്ന വിവേകം ട്രംപിനെ വല്ലാതെ കുഴക്കുകയാണ്. ഉപദേശികൾ തന്നെ കുഴിയിൽ ചാടിച്ചു എന്ന് ട്രംപിന് ബോധ്യമുണ്ട് എങ്കിലും പൂർണ്ണമായി അവരെ തള്ളിപ്പറയാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് ട്രംപ് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ എടുത്ത നടപടികളെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ മുതിർന്ന ആളുകൾക്കിടയിൽ, ഉപദേശകർക്കടക്കമിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ് എന്ന് NBC ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വിഷമത്തിലായിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇപ്പോൾ കിളി പറന്ന് കടുത്ത അമർഷത്തിലേക്ക് ട്രംപ് എത്തിത്തുടങ്ങി എന്നാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. യുദ്ധം തുടങ്ങി അധികമാകും മുൻപ് തന്നെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും തന്റെ കാൽച്ചുവട്ടിൽ അഭയം തേടുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതീക്ഷ. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നു. ഭാവി നടപടികളിൽ ഭരണകൂടത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതോടെ ട്രംപിനെ ജനങ്ങൾ തള്ളിപ്പറയുന്നു, ഭരണവുമായി അടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം തള്ളിപ്പറയുന്നു, ട്രംപിനെ ലോകം പുച്ഛിക്കുന്നു. ഇതോടുകൂടി ട്രംപ് കടുത്ത നിരാശയിലും അമർഷത്തിലുമായി എന്ന് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. കഴിഞ്ഞയാഴ്ച നടന്ന ദേശീയ സുരക്ഷാ യോഗത്തിൽ ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നേരെ രോഷാകുലനായി പൊട്ടിത്തെറിച്ച് സംസാരിച്ചു എന്ന് ഈ ചാനൽ റിപ്പോർട്ടിൽ, ഈ വാർത്താ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഭരണകൂടത്തിനുള്ളിൽ യാതൊരു ഐക്യവുമില്ല. തന്ത്രപരമായ ഒരു വിജയവും ഇറാനിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. വെനസ്വല മാത്രമാണ്
ചില വിജയമെന്ന നിലയിൽ ഉയർത്തി കാണിക്കാവുന്നത് എങ്കിലും വ്യക്തമായ നയപരമായ മാർഗനിർദ്ദേശങ്ങളോ ഭാവി പദ്ധതികളോ ഒന്നും തന്നെ ട്രംപിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചടി നേരിടുമെന്ന് ട്രംപ് ഭയക്കുന്നു എന്നതും അതോടൊപ്പം ഇറാന്റെ വധഭീഷണി നിലനിൽക്കുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയായി ട്രംപ് കാണുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തന്ത്രപരമായ പല നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയത്തിലേക്കായിരുന്നില്ല, മറിച്ച് പരാജയത്തിലേക്കായിരുന്നു എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും പറയുന്നതായി NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്ത്രപരമായ വലിയൊരു പരാജയത്തെയാണ് നമ്മളിപ്പോൾ നേരിടുന്നത് എന്നാണ് ആ ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. നീണ്ടുനിൽക്കുന്ന ഒരു യുദ്ധമായി ഇതിനെ കൊണ്ടുപോകാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും പരസ്യമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ട്രംപോ അദ്ദേഹത്തിന്റെ അടുത്ത ഉപദേഷ്ടാക്കളോ നിലവിലെ സാഹചര്യത്തിൽ തൃപ്തരല്ല എന്നും ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു NBC ന്യൂസിൽ പറയുന്നുണ്ട്. നോക്കുക, ട്രംപ് പുറത്ത് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇറാനെ തകർക്കും, ഇറാനെ ഇല്ലാതാക്കും, ഇറാനിലേക്ക് കടന്നാക്രമണം നടത്തും, ഇറാൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടി നേരിടുമെന്നൊക്കെയാണ് ട്രംപ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അടച്ചിട്ട മുറിയിലേക്ക് കയറുമ്പോൾ പൊട്ടിക്കരയുകയോ വിഷമിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്ന ട്രംപിനെയാണ് ഇറാൻ വിഷയത്തിൽ അടുപ്പക്കാർ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ വാർത്തകൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വാർത്തകൾ അസത്യമാണെന്നും പ്രസിഡന്റിന് താൻ വിശ്വസിക്കുന്ന മികച്ചൊരു ടീം ഉണ്ട് എന്നുമൊക്കെയാണ് അവർ വ്യക്തമാക്കിയത്. എങ്കിലും ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ട്രംപ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കോമൺ സെൻസ് വിചാരിച്ച് ചിന്തിച്ചാൽ തന്നെ എന്താണ് എന്ന് മനസ്സിലാകും. കാരണം അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള വസ്തുതയാണ്. ഇറാനെതിരെ കടുത്ത നിലപാട് തുടരുമെന്ന് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോളിൻ ലിവിറ്റ് പറയുന്നുണ്ട്. തങ്ങളുടെ സൈനികരെ കൊല്ലുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നതിനോട് അമേരിക്കയ്ക്ക് കണ്ണടച്ച് നോക്കിയിരിക്കാൻ കഴിയില്ല എന്നും ഇറാൻ നിലപാട് മാറ്റുന്നതുവരെ ട്രംപിന്റെ സമീപനത്തിലും മാറ്റം ഉണ്ടാകില്ല എന്നും രാജ്യം തിരിച്ചടിക്കാൻ സന്നദ്ധമാണ് എന്നുമൊക്കെ ഇവർ പറയുന്നുണ്ട്. പെന്റഗൺ വക്താവ് സീൻ പർണലും പെന്റഗണിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന വാർത്ത തള്ളിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സെൻകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ എന്നിവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താണ് എന്നതിനെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ അമേരിക്കയ്ക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, വീണ്ടും ആക്രമണങ്ങൾ ശക്തമായ യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിൽ 4 ദിവസത്തേക്ക് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് ഇറാനുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കുപോക്കുകൾ ട്രംപ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇറാൻ ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് വീണ്ടും യുദ്ധം എന്ന നിലയിലേക്ക് ഇറാനിലേക്ക് കയറി ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഘട്ടത്തിൽ യുദ്ധം തീവ്രമാക്കുന്നു, ഒരു ഘട്ടത്തിൽ കരാർ എഴുതുന്നു, ഒരു ഘട്ടത്തിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഏകപക്ഷീയമായി, ഒരു ഘട്ടത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്നു, പിന്നെയും യുദ്ധം തീവ്രമാക്കുന്നു എന്ന് പറയുമ്പോൾ ആകപ്പാടെ എന്തു ചെയ്യണമെന്നറിയാതെ വിറളി പിടിച്ച ട്രംപിന്റെ അവസ്ഥയെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ട്രംപ് കോപാകുലനാണ് എന്നും ട്രംപ് വലിയ തോതിൽ ഈ ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചു എന്നതും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതോടെ അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം ഇറാൻ വിഷയത്തിൽ വലിയ തോതിൽ വെല്ലുവിളികൾ നേരിടുന്നു എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. അതേസമയം തന്നെ ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തെളിയുന്നു എന്ന നിലയിലേക്ക് ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാനുമേൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതോടൊപ്പം പ്രതിരോധ സെക്രട്ടറി അമേരിക്കയുടെ പീറ്റ് ഹെക്സത്ത് ഇസ്രായേലുമായി ചർച്ചകൾ നടത്തുകയും സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ വലിയ യുദ്ധം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ അതേസമയം പ്രസിഡന്റ് JD വാൻസ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ളവർ അവധാനത പുലർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഒരു വശത്ത് ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ശക്തമായ യുദ്ധവുമായി മുന്നോട്ട് പോകണമെന്ന നിലയിലേക്ക് നിലപാട് സ്വീകരിക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിർണായകമായ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയും ഈ വിധത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് US-ന്റെ ആയുധശേഖരം തന്നെ തീർന്നു പോകാൻ കാരണമാകുമെന്നും ഇനിയും യുദ്ധം മൂർച്ഛിക്കുകയും ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്താൽ പ്രതിരോധിക്കാനുള്ള ഉപകരണങ്ങൾ പോലും അല്ലെങ്കിൽ പ്രതിരോധത്തിനുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പോലും തീർന്നു പോകുമോ എന്നും ഒക്കെയുള്ള ആശങ്ക ഒരു വിഭാഗം ഉന്നതർ ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് എങ്ങനെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ജോർദാനിലെ US താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ബന്ധപ്പെട്ട നിരവധി കേന്ദ്രങ്ങളിൽ US സേന
തിരിച്ച് ആക്രമണങ്ങൾ നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇറാനെ ടാർഗറ്റ് ചെയ്ത് തീർക്കുകയാണ് എന്ന നിലയിലേക്ക് അമേരിക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുന്നിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ പ്ലാനുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സൗദിയെ രംഗത്തേക്ക് ഇറക്കി സൗദിയും യമനും തമ്മിൽ, അല്ലെങ്കിൽ സൗദിയും ഹൂത്തികളും തമ്മിൽ പ്രത്യാക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ചെങ്കടലിൽ സൗദിയുടെ കപ്പലുകൾ തടയുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ നിലപാട് സ്വീകരിച്ചു. ഇറാഖിലെ ഇറാൻ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇറാൻ അനുകൂല മിലിഷ്യകൾക്ക് നേരെ സൗദി ആക്രമണം നടത്തി. ഈജിപ്തിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ഇതൊന്നും മുൻകൂട്ടി കണ്ടിരുന്നില്ല ട്രംപ് എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ആദ്യം ഹോർമുസ്, ഇപ്പോൾ ബാബൽ മന്ദബ്, അതുപോലെ തന്നെ കൂടുതൽ ഇറാന്റെ ഗ്രൂപ്പുകളൊക്കെ ഈ യുദ്ധത്തിലേക്ക് വരുന്നു. ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇതൊന്നും മുൻകൂട്ടി കാണാൻ ട്രംപിന്റെ ഉദ്യോഗസ്ഥർ വൃന്ദങ്ങൾക്കോ ട്രംപിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിർണായകമായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് മൊത്തത്തിൽ ഈ യുദ്ധം കുടുങ്ങിയ അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്ന് ട്രംപിന് ബോധ്യപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇറാൻ ശക്തമായി ജോർദാനിലേക്കടക്കം ആക്രമിച്ചു. അതിൽ നിന്ന് ട്രംപ് മനസ്സിലാക്കുന്നത് എന്താണ്? ഇറാനെ അങ്ങനെയൊന്നും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഇനി ഒരിക്കലും കീഴടങ്ങില്ല. ഇറാൻ ഇനി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാകില്ല. പേടിപ്പിക്കാൻ കഴിയില്ല ഇറാനെ ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറ്റാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തുന്നു. അതായത് ഈ യുദ്ധത്തിൽ എന്ന പോലെ തന്നെ യുദ്ധതന്ത്രത്തിലും അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതാകുന്നു. ഒരുപക്ഷെ ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നതും ദേഷ്യപ്പെടുത്തുന്നതും ട്രംപ് ഇത്രയധികം കോപാകുലനാകുന്നതും ഒക്കെ ഈ കാരണം കൊണ്ടായിരിക്കാം. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മറ്റ് വിദേശ യുദ്ധങ്ങളിലേക്ക് രാജ്യത്തെ വലിച്ചിഴക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത ആളാണ് ട്രംപ്. ഒപ്പം യുദ്ധങ്ങളെ സഹായിക്കുന്നതിന്റെ പേരിൽ ജോ ബൈഡൻ മറ്റ് രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നതിന്റെ പേരിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷി ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധശേഷി ഇല്ലാതാകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ട്രംപ്. താൻ അധികാരത്തിൽ വന്നാൽ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വോട്ട് തേടിയ ആളാണ് ട്രംപ്. പക്ഷേ ഒരു തരത്തിലും ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല ട്രംപ് എന്നുള്ളത് ട്രംപിന്റെ ഇരട്ടത്താപ്പിന്റെ അടയാളമായി അമേരിക്കൻ ജനതയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും, അല്ലെങ്കിൽ പറയുന്നത് ചെയ്തു കാണിക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു യുദ്ധം തുടങ്ങിയിട്ട് അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ഒരു ദയനീയാവസ്ഥയിലുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപ് മാർക്ക് ചെയ്യപ്പെടുകയാണ്. ഇതാണ് ട്രംപിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.